വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 5. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറയപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. വലത് കരണത്ത് അടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യാഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. 1 മൈൽ ദൂരം പോകുവാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോകുക. ചോദിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവൻ നിന്ന് ഒഴിഞ്ഞു മാറരുത്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തീയ ധാർമ്മികതയുടെ ആത്മീയത ധ്യാനിക്കാം. വിശുദ്ധ ബൈബിളിൽ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഏറ്റവും മനോഹരമായ വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, പഴയ നിയമ പുസ്തകത്തിൽ ദൈവമായ കർത്താവ് മോസസ് വഴി സീനായി മലയിൽ വെച്ച് ഇസ്രായേൽ ജനത്തിന് വേണ്ട നിയമങ്ങളും നിയമസംഹിതകളുമാണ് നൽകിയത്. അത് ലോകം മുഴുവന് വേണ്ടിയുള്ള ഒരു പഠനമോ നിയമമോ ആയിരുന്നില്ല. താൻ ഒരുക്കി കൂട്ടിയ ഒരു ജനതയെ വീണ്ടെടുക്കുവാൻ, വിശുദ്ധീകരിക്കുവാൻ വേണ്ടി നൽകപ്പെട്ടതായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വത്സലപുത്രനായ ക്രിസ്തു മനുഷ്യരൂപം പൂണ്ട് നമ്മോട് കൂടിയായിരിക്കുമ്പോൾ യേശു നൽകുന്ന എല്ലാ പഠനങ്ങളും ലോകം മുഴുവന് വേണ്ടിയുള്ളതാണ്. സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാവരും അത് പ്രാവർത്തികമാക്കുവാൻ വിളിക്കപ്പെട്ടവരും കടപ്പെട്ടവരുമാണ്. കാരണം ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ രക്ഷ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ക്രിസ്തു സുവിശേഷത്തിൽ നമ്മോട് സംസാരിക്കുക. ഇന്നലെ വരെ ഉണ്ടായിരുന്ന നിയമസംഹിതകളെ യേശു വ്യക്തവും ശക്തവുമായി തിരുത്തലുകൾ വരുത്തുകയാണ്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറയപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. നോക്കൂ, ഇന്നലെ വരെ പറയപ്പെട്ടതും കേട്ടിരിക്കുന്നതുമായ കാര്യങ്ങളെ യേശു തിരുത്തുകയാണ്. ഇനിമേൽ നിങ്ങൾ അങ്ങനെയല്ല ജീവിക്കേണ്ടത്, അങ്ങനെയല്ല പെരുമാറേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. മറിച്ച് ഇപ്രകാരമാണ് വലത് കരണത്ത് അടിക്കുന്നവന് മറ്റേ കരണം കാണിച്ചു കൊടുക്കുന്ന, നിന്നോട് വ്യാഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുന്ന, 1 മൈൽ ദൂരം നടക്കുവാൻ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോകുന്ന, ചോദിക്കുന്നവന് കൊടുക്കുന്ന, പങ്കുവയ്ക്കുന്ന, വിട്ടുവീഴ്ച ചെയ്യുന്ന, ക്ഷമിക്കുന്ന കൃപയുടെ മനസ്സ്. നാം ഇപ്രകാരം വ്യത്യസ്തരാകുവാൻ കടപ്പെട്ടവരാണ്. കാരണം നാം ദൈവമക്കൾക്കുള്ള സ്നേഹത്തിലും സ്വാതന്ത്ര്യത്തിലും ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഒപ്പം പഴയ നിയമ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ, പറയപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി ഈ കാലഘട്ടത്തിൽ നാം അത് ദുർവ്യാഖ്യാനം ചെയ്യരുത്. ക്രിസ്തു നൽകുന്ന പഠനങ്ങളും നമുക്ക് നൽകുന്ന മാർഗനിർദ്ദേശങ്ങളും ഏറെ ശ്രദ്ധയോടുകൂടിയാണ്. യേശു പഴയ നിയമത്തെ എടുത്തു മാറ്റുകയോ തിരസ്കരിക്കുകയല്ല, മറിച്ച് അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ രൂപവും ഭാവവുമാണ് ക്രിസ്തു ഓർമ്മപ്പെടുത്തുക. ഇപ്രകാരമാണ് അത് നൽകപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ നാം സുവിശേഷത്തെ ധ്യാനിച്ചുകൊണ്ട്, സുവിശേഷം ജീവിച്ചുകൊണ്ട്, സുവിശേഷം പകർന്നു നൽകിക്കൊണ്ട് പ്രേക്ഷിത വേല നിറവേറ്റുവാൻ വിളിക്കപ്പെട്ടവർ. അതുകൊണ്ട് തന്നെ നാം ഏറ്റവും പരമപ്രാധാന്യം നൽകേണ്ടത് ക്രിസ്തു നൽകിയ പഠനത്തിനാകണം. പഴയ നിയമ പുസ്തകത്തെ ക്രിസ്തീയ പ്രബോധനത്തിൻ്റെ മനസ്സോടെ വ്യാഖ്യാനിക്കുവാനും പങ്കുവയ്ക്കുവാനും നമുക്ക് സാധ്യമാകണം. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ ആഴമുണ്ടാവുകയും നമ്മുടെ ജീവിതം അനുഗ്രഹമാവുകയും ചെയ്യും. ക്രൈസ്തവ ജീവിതം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ഈ കാലഘട്ടത്തിൽ നാം മറ്റുള്ളവർക്ക് മാതൃകയാകുവാൻ കടപ്പെട്ടവരുമാണ്. നാം ഹൃദയപൂർവ്വം പൊറുക്കുമ്പോൾ, മാപ്പ് നൽകുമ്പോൾ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കുമ്പോൾ, ശത്രുതയിലാകാതിരിക്കുമ്പോൾ ദൈവമക്കൾക്കുള്ള സ്നേഹവും സ്വാതന്ത്ര്യവും അനുഭവിക്കുവാൻ നമ്മൾ അർഹരായി തീരുക തന്നെ ചെയ്യും. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.